എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരുവിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിച്ചേക്കും. അപ്പോൾ നേരത്തെ ജൂലൈ മാസം 7-ാം തീയതി പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു യൂണിവേഴ്സിറ്റി അറിയിച്ചതെങ്കിൽ പോലും യൂണിവേഴ്സിറ്റി പറഞ്ഞ ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോസ്റ്റ് പോൺ ചെയ്തതായിട്ടും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് സർക്കുലറും ഉണ്ടായിരുന്നു. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ജോയിനിങ്, ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം തന്നെയാണ് തേർഡ് അലോട്ട്മെൻറ്റ് എന്നുള്ളത്. തേർഡ് അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി ജൂലൈ മാസം 7-ാം തീയതി പ്രസിദ്ധീകരിക്കുമെന്ന് ഒഫീഷ്യലി അറിയിച്ചിരുന്നു. പക്ഷേ ആ പറഞ്ഞ ഡേറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ വയലേറ്റ് ചെയ്യുകയാണ്. ഇത് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു? വയലേറ്റ് ചെയ്തു. അതായത് യൂണിവേഴ്സിറ്റി പറഞ്ഞ ദിവസം വന്നില്ല, അത് പോസ്റ്റ് പോൺ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി എപ്പോഴായിരിക്കും അത് വരിക എന്നുള്ളത് പല വിദ്യാർത്ഥികളും സംശയം തന്നെയാണ്. അപ്പോൾ ഇന്നലെ ദേശീയ പണിമുടക്കായതിനെ തുടർന്നായിരിക്കും മാറ്റിവെച്ചത്. ഇന്നലെ ബസ് സമരത്തെ തുടർന്നായിരിക്കും മാറ്റിവെച്ചത്. ഇന്ന് ദേശീയ പണിമുടക്കാണ്. അപ്പോൾ നാളെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് പ്രിയ വിദ്യാർത്ഥികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം നാളെ അങ്ങനെ അവധിയൊന്നുമില്ല. നാളെ എല്ലാം ഇപ്പോൾ നോർമലി എല്ലാ ഡേയ്സിനെ പോലെയും നാളെ മുതൽ വീണ്ടും ആക്റ്റീവ് ആകുകയാണ്. ഇന്നലെ ബസ് സമരം കഴിഞ്ഞു, ഇന്ന് ദേശീയ പണിമുടക്ക് കഴിഞ്ഞ് നാളെയോടുകൂടി എല്ലാം നോർമലി ആക്റ്റീവ് ആകുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ജോയിനിങ്, ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഫീ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഏതെങ്കിലുമൊക്കെ കോളേജുകളിലും ഏതെങ്കിലുമൊക്കെ കോഴ്സുകളിലും പ്രവേശനം ലഭിച്ചവർ വീണ്ടും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടത്. അത് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഒക്കെ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചപ്പോൾ നിങ്ങൾ ആ ടൈമിൽ യൂണിവേഴ്സിറ്റി ഫീ അടച്ചവരാണെങ്കിൽ നിങ്ങൾ വീണ്ടും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടത്. അത് നിങ്ങൾ ഒരു ടൈമിൽ യൂണിവേഴ്സിറ്റി ഫീ നിങ്ങൾ അടച്ചവരാണെങ്കിൽ നിങ്ങൾ വീണ്ടും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല എന്ന് പ്രധാനമായും ഓർത്തിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഒരു കോളേജും ഒരു കോഴ്സ് ലഭിക്കാതിരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും കോളേജും കോഴ്സും ഒന്നും ലഭിച്ചില്ല. പകരം തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് പ്രവേശനം ലഭിച്ചത്. ഫസ്റ്റിലും സെക്കൻഡിലൊന്നും ഒരു കോളേജിലും ഒരു കോഴ്സിലും പ്രവേശനം ലഭിച്ചില്ല. തേർഡ് അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് പ്രവേശനം ലഭിച്ചതെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം. അത് ജനറൽ കാറ്റഗറിയിൽ പെടുമ്പോൾ 575 രൂപയാണ്. SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് 175 രൂപയാണ്. SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് 175 രൂപയാണ്. റിസർവേഷൻ കാറ്റഗറി അവർക്ക് റിസർവേഷൻ ഉള്ളതുകൊണ്ടാണ് 175 രൂപ വരുന്നത്. അല്ലാതെയുള്ള എല്ലാ കുട്ടികൾക്കും 575 രൂപ അടയ്ക്കണമെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ യൂണിവേഴ്സിറ്റി ഫീ അടച്ചു കഴിഞ്ഞ ശേഷം അടുത്തൊരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഘട്ടം തന്നെയാണ് കോളേജ് ജോയിനിങ്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തത് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ കിട്ടും. അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ യൂണിവേഴ്സിറ്റി നൽകും. ആ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കുകയും നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ച കോളേജിൽ, പ്രവേശനം ലഭിച്ച കോഴ്സിൽ, ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾ ഹാജരാകുകയുമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ച കോളേജിൽ, പ്രവേശനം ലഭിച്ച കോഴ്സിൽ അതായത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾ ഹാജരാകുകയാണ് ചെയ്യേണ്ടത്. ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്താലും ക്യാൻസൽ ചെയ്തില്ലെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ പ്രധാനമായും പറയാനെടുക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ തേർഡ് അലോട്ട്മെൻറ്റോട് കൂടി നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നിങ്ങൾ പെർമനൻ്റ് ആണ്. തേർഡ് അലോട്ട്മെൻറ്റോട് കൂടി നിങ്ങൾക്ക് ഇവിടെ ടെമ്പററി അഡ്മിഷൻ ഇല്ല, നിങ്ങൾക്ക് പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് ഇഷ്ടമുള്ളതാണെങ്കിലും ശരി, ഇഷ്ടമില്ലാത്തതാണെങ്കിലും ശരി, ഇഷ്ടമുള്ള കോളേജായാലും ഇഷ്ടമില്ലാത്ത കോളേജായാലും, ഇഷ്ടമുള്ള കോഴ്സായാലും ഇഷ്ടമില്ലാത്ത കോഴ്സാണെങ്കിലും നിങ്ങൾ ഫീസ് അടച്ച് എന്ത് ചെയ്യണം? പെർമനൻ്റ് അഡ്മിഷനാണ്. ഫീസ് അടച്ച് നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യണം. സ്ഥിരമായിട്ട് നിങ്ങൾ ഫീസ് അടച്ച് കോളേജിൽ ജോയിൻ ചെയ്യണമെന്ന് ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ
നിങ്ങൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്താലും ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാതിരുന്നാലും ഇതിനിവിടെ വലിയ പ്രസക്തിയോ കാര്യങ്ങളോ ഒന്നുമില്ലെന്ന് ഓർത്തിരിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളിലും അലോട്ട്മെൻറ്റ് വന്ന ശേഷം തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ നമ്മൾ ഈ പ്രധാനമായിട്ടും ഡേറ്റ് പറഞ്ഞിട്ടില്ല. കാരണം എന്ന് പറയുന്നത് അഡ്മിഷൻ ഡേറ്റ് ഒന്നും, കാരണം അഡ്മിഷൻ ഡേറ്റ് എടുക്കേണ്ട ഡേറ്റ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടിട്ടില്ല. കാരണം അഡ്മിഷൻ ഷെഡ്യൂളിൽ പറഞ്ഞ ഡേറ്റ് ഇനി അഡ്മിഷൻ ഷെഡ്യൂൾ തെറ്റിപ്പോയി. കാരണം ജൂലൈ മാസം 7-ന് വരുമെന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചത്. അപ്പോൾ അഡ്മിഷൻ ഷെഡ്യൂൾ തെറ്റി, ഇനി ആ ഷെഡ്യൂൾ മാറ്റാം. അപ്പോൾ പുതുമയെ കാണുന്നവരെ മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്. ബൈ.